ഗ്രേസ് എന്ന യുവതി തന്റെ കാമുകനായ അലക്സിനെ വിവാഹം കഴിച്ച് അവന്റെ കുടുംബവീട്ടിലേക്ക് എത്തുന്നു. എന്നാൽ ആ കുടുംബം വളരെ വിചിത്രമായ ഒരു ആചാരം പിന്തുടരുന്നവരാണ്. കുടുംബത്തിലേക്ക് പുതിയതായി വരുന്നവർ ഒരു ഗെയിം കളിക്കണം എന്നതാണ് അവരുടെ പതിവ്. വിവാഹരാത്രിയിൽ ഗ്രേസിനെ കുടുംബാംഗങ്ങൾ മാത്രം പ്രവേശിക്കാവുന്ന ഒരു പ്രത്യേക മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ അവരുടെ പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം ഒരു പെട്ടിക്കുള്ളിൽ നിന്ന് ഒരു കാർഡ് എടുക്കാൻ പറയുന്നു. ഗ്രേസ് എടുത്ത കാർഡിൽ ഹൈഡ് ആൻഡ് സീക്ക് എന്ന് എഴുതിയിരിക്കുന്നു. അതിനുശേഷം അലക്സിന്റെ അച്ഛൻ ആ ഗെയിമിന്റെ നിയമങ്ങൾ ഗ്രേസിനോട് വിശദീകരിക്കുന്നു. ഗ്രേസ് ഒളിച്ചു തുടങ്ങിയതോടെ വീട്ടിലെ ഓരോരുത്തരും ഓരോ ആയുധങ്ങളുമായി അവളെ വേട്ടയാടാൻ തുടങ്ങുന്നു. കാരണം അവരുടെ ആചാരപ്രകാരം സൂര്യോദയത്തിനു മുമ്പ് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്ന ആളെ കൊന്നില്ലെങ്കിൽ കുടുംബത്തിലെ എല്ലാവരും മരിക്കും എന്ന വിശ്വാസമാണ്. ഗ്രേസ് ആരും കാണാതെ വീട്ടിൽ ഒളിച്ചിരിക്കുന്നു. കുറച്ചു കഴിഞ്ഞ് അവൾ ആരെയും കാണാത്തതിനാൽ അവൾ അവിടെ നിന്ന് ഇറങ്ങി നടക്കുന്നു. ശേഷം അവളുടെ ഭർത്താവായ അലക്സ് അവളെ കണ്ടെത്തി ഈ ഗെയിമിന്റെ യഥാർത്ഥ കാര്യം തുറന്നു പറയുന്നു. അതിനുശേഷം ഗ്രേസ് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. വീട്ടിന് പുറത്തേക്ക് എത്തിയപ്പോൾ ഒരു കൊച്ചു ചെറുക്കൻ അവളെ വെടിവയ്ക്കുന്നു. അതിനുശേഷം അവൾ കാലിടറി ഒരു കുഴിയിലേക്ക് വീഴുന്നു. അവിടെ അസ്ഥികൂടങ്ങൾ കണ്ട അവൾ ഭയന്ന് പുറത്തേക്ക് കയറുന്നു. പിന്നീട് അവൾ വീട്ടിനു പുറത്തുള്ള കാട്ടിലേക്ക് ഓടിപ്പോകുന്നു. എന്നാൽ കുടുംബാംഗങ്ങൾ വീണ്ടും അവളെ പിടിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അവളെ ബലി നൽകാൻ കെട്ടിയിടുകയും ചെയ്യുന്നു. അപ്പോൾ അലക്സിന്റെ സഹോദരനായ ഡാനിയൽ ഗ്രേസിനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഡാനിയലിനെ അവന്റെ സഹോദരി വെടിവെച്ചു കൊല്ലുന്നു. ഗ്രേസ് വീണ്ടും രക്ഷപ്പെടാൻ ശ്രമിച്ച് ഒരു മുറിയിലേക്ക് ഓടിച്ചെന്നപ്പോൾ അലക്സിന്റെ അമ്മ അവളെ കൊല്ലാൻ ശ്രമിക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പെട്ടി ഉപയോഗിച്ച് ഗ്രേസ് അലക്സിന്റെ അമ്മയെ കൊല്ലുന്നു. ഇത് കണ്ട അലക്സും കുടുംബാംഗങ്ങളും വീണ്ടും ഗ്രേസിനെ പിടിച്ച് കെട്ടിയിടുന്നു. എന്നാൽ അപ്പോഴേക്കും സൂര്യോദയം സംഭവിക്കുന്നു. ആചാരപ്രകാരം സൂര്യോദയത്തിനു മുമ്പ് ഗ്രേസിനെ കൊല്ലാൻ കഴിയാത്തതിനാൽ ആ കുടുംബാംഗങ്ങൾ എല്ലാവരും പൊട്ടിത്തെറിച്ച് മരിക്കുന്നു. അവസാനം ഗ്രേസ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു.